ഹായ്. അപ്പോൾ ഇത് പള്ളിക്കൽ സൈറ്റ്, തിരുവനന്തപുരം KK-കോണം എന്ന് പറയുന്ന സ്ഥലത്ത്, തിരുവനന്തപുരം ജില്ലയാണ് KK-കോണം പള്ളിക്കൽ എന്നുള്ളൊരു സ്ഥലത്തുള്ള സൈറ്റാണ്. മിൻഹാജ് ബിൽഡേഴ്സ് ചെയ്യുന്ന സൈറ്റാണ്. കുറച്ച് മുൻപ് ഇതിൻ്റെ 2 വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ നമുക്കിവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയൊരു എക്സ്റ്റൻഷൻ പോർഷൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വർക്ക് ഏരിയ, അതേപോലെ തന്നെ ഫ്രണ്ടിലൊരു പോർച്ച്. അപ്പോൾ അതിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ടൈൽസ് വർക്കാണ് അടുത്തത് ചെയ്യാനുള്ളത്. അപ്പോൾ ടൈൽസ് വർക്കിന് നമ്മൾ ഓണർ സെലക്ഷന് വേണ്ടിയിട്ട് ഇന്ന് പോയിട്ടുള്ളൂ. അദ്ദേഹം ഇവിടെ നാട്ടിലില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സെലക്ഷൻ കുറച്ച് ഡിലേ ആയിട്ട് വന്നു. അവർ വരാനായിട്ട് കാട്ടുന്നു. അപ്പോൾ ഞാൻ ഒരു വർക്കും ടൈൽസ് വർക്ക്, അതുപോലെ പ്ലംബിങ്ങിൻ്റെ വർക്കും അത്തരം കാര്യങ്ങളാണ് ഈ ബാലൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു തിരുവനന്തപുരം ജില്ലയിലോ കൊല്ലത്തോ, കോട്ടയം കുറച്ച് അപ്പുറത്തോ, കോട്ടയത്ത് വേറെ വർക്ക് നടക്കുന്നുണ്ട്, കഴിഞ്ഞു കിട്ടും അത് ഏകദേശം. അപ്പോൾ ഈ ഒരു ഭാഗങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീട് റഫറലായിട്ട് വന്ന് കാണാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒരു പ്ലോട്ട് വന്നിട്ട് വീതി കുറവും നീളം കൂടുതലുള്ള ഒരു പ്ലോട്ടാണ്. അത്യാവശ്യം അങ്ങോട്ട് റോഡിൻ്റെ അവിടേക്ക് അത്യാവശ്യം ലെങ്ത്തിൽ അവിടെ കാണാമെന്നുള്ള അറിയില്ല, അത്രയും ലെങ്ത് ഉണ്ട്. അതേസമയം വിടുത്ത് കുറവാണ് താൻ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 4000 സ്ക്വയർ ഫീറ്റോളം ഏകദേശം വരുന്നുണ്ട്. 4 ബെഡ്റൂമാണ് വരുന്നത്. സിറ്റ് ഔട്ട്, അതുപോലെ ഒരു സിറ്റിംഗ് റൂം, വലിയൊരു ഹാള്, ഒരു പ്രയർ റൂം, ഫാമിലി ലിവിങ്, ഒരു കിച്ചൺ, ഒരു വർക്ക് ഏരിയ, ദെൻ ഒരു വലിയൊരു ഓപ്പൺ പുറത്തൊരു വേറൊരു കിച്ചനും ചെയ്തിട്ടുണ്ട്. 2 ബെഡ്റൂമും താഴെ, അതുപോലെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. മേലെ വന്നിട്ട് 2 ബെഡ്റൂമും ഹാളും ആണുള്ളത്. അതുപോലെ തന്നെ ഒരു ജിമ്മിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സ്പേസ്, നമ്മളെ താഴത്തുള്ള പ്രയർ റൂമും മേലെ ജിമ്മിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഈ ഒരു ഭാഗങ്ങളിൽ എവിടെയെങ്കിലും വീട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാണാനായിട്ട്, നമ്മൾ ഓൾ കേരളയാണ് നമ്മുടെ സർവീസ് വരുന്നത്. ഓൾ കേരളയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യും. പക്ഷേ ഈ ഒരു ഭാഗത്തെ ഒരു വീട് വർക്ക് ചെയ്ത് വന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തുള്ള ആളുകൾക്ക് ഇവിടെ വന്ന് കാണാവുന്നതാണ്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ. ഒരു മനുഷ്യായുസ് ജീവിച്ചു തീരുന്നതിനു മുൻപ് തൻ്റേതായ സങ്കല്പത്തിൽ ഒരു വീട് പണിതുയർത്തണമെന്നും അതിൽ സുന്ദരമായൊരു ജീവിതം ജീവിക്കണമെന്നും ഒരു ശരാശരി മനുഷ്യൻ ആഗ്രഹിച്ചു പോകുന്നതാണ്. തൻ്റേതായ എന്തെങ്കിലും ഒരു ശേഷിപ്പ് താൻ ഓർമ്മയാകുന്നതിന് മുൻപ് വേണമെന്നതും ഓരോ മനുഷ്യരും ചിന്തിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ആ ആഗ്രഹങ്ങൾക്ക് ഒരു പണത്തൂക്കം മുൻപിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ആ വീട്ടിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്ലാൻ വരയ്ക്കുന്നത് മുതൽ വീട് വർക്ക് പൂർത്തിയാക്കും തരുന്നത് വരെയുള്ള ജോലികൾ ആത്മാർത്ഥമായി കൃത്യസമയത്തിനുള്ളിൽ ചെയ്തു നൽകുവാൻ മിൻഹാജ് ബിൽഡേഴ്സിന് കഴിയും. പെർമിറ്റ് ഫയൽ റെഡിയാക്കുന്നത് മുതൽ ലോണിന് ആവശ്യമായിട്ടുള്ള എസ്റ്റിമേറ്റുകൾ, 3D ഡിസൈനുകൾ തുടങ്ങി കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മിൻഹാജ് ബിൽഡേഴ്സ് ചെയ്തു വരുന്നു. വീട് വർക്കുകൾ മാത്രമല്ല, ബിൽഡിംഗ് വർക്കുകൾ, സ്റ്റീൽ സ്ട്രക്ചർ തുടങ്ങി കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ വർക്കും മിൻഹാജ് ചെയ്തു വരുന്നുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹം തോന്നുന്ന നിമിഷത്തിൽ വിളിക്കാൻ മറക്കാതിരിക്കുക. 9048964848. ബന്ധങ്ങൾക്ക് അകലമൊരു പ്രശ്നമല്ലാത്തത് കൊണ്ട് തന്നെ എത്ര അകലെ ആയാലും ആ വർക്ക് ഭംഗിയായി നിർവഹിച്ചു തരുവാൻ ഞങ്ങൾക്ക് കഴിയും. താങ്ക് യു. അല്ലാഹ് ഖൈർ ചെയ്യട്ടെ, അല്ലാഹ് ഖൈർ ചെയ്യട്ടെ, അല്ലാഹ് ഖൈർ ചെയ്യട്ടെ. ഒട്ടകമേട്ടിൽ സ്വപ്നമൊരുക്കും പ്രിയ സോദരർക്ക് അല്ലാഹ് ഖൈർ ചെയ്യട്ടെ, അല്ലാഹ് ഖൈർ ചെയ്യട്ടെ, അല്ലാഹ് ഖൈർ ചെയ്യട്ടെ. ഒട്ടകമേട്ടിൽ സ്വപ്നമൊരുക്കും പ്രിയ സോദരർക്ക് അല്ലാഹ് ഖൈർ ചെയ്യട്ടെ, അല്ലാഹ് ഖൈർ ചെയ്യട്ടെ, അല്ലാഹ് ഖൈർ ചെയ്യട്ടെ. ഈ കാണുന്നത് നിലവിലുള്ളൊരു കിച്ചന് പുറം സൈഡിലൊരു കിച്ചൺ കൊടുത്തിട്ടാണ്, ഒരു ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ ഗ്രില്ലാണ് ചെയ്തേക്കുന്നത്, ഒരു വിൻഡോ പോലത്തുള്ള ഗ്രില്ലാണ്. അത് വർക്ക് കഴിഞ്ഞത് കാണാൻ നന്നായിട്ടുണ്ട്. ഞാനത് അടുത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്കെപ്പോഴും ഈ പുകയില്ലാത്ത അടുപ്പാണെന്നുണ്ടെങ്കിലും വീടിൻ്റെ ഉള്ളിൽ കത്തിക്കാൻ ഇഷ്ടപ്പെടാത്തവരുണ്ടായിരിക്കും. അപ്പോൾ അതിനൊരു സെപ്പറേറ്റ് ഒരു ഓപ്പൺ കിച്ചൺ എന്നുള്ള പോലെ കൊടുത്തിട്ടുള്ളതാണ് ഈ ഒരു ഭാഗം. ഇനി നമുക്ക് അപ്സ്റ്റെയറിലേക്ക് കയറുമ്പോൾ സ്റ്റെയർ ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് മോഡൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഇത് തിക്നെസ് കുറവായിട്ട് തന്നെ വാർക്കുന്നത് കാരണം തന്നെ കുറച്ചുകൂടി അത് ശ്രദ്ധിച്ച് വർക്കും വേണം. വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ മേലേക്കൊന്നും വീണത് പൊട്ടാതൊക്കെ ഇരിക്കാനുള്ളൊരു ശ്രദ്ധയൊക്കെ ഈ വക സ്റ്റെപ്പുകളിൽ നമുക്ക് ആവശ്യമാണ്.
അപ്പോൾ ഇവർക്ക് മേലെ നിന്ന് നോക്കുമ്പോഴത്തേനും ഒരു ചെറിയ പാസേജ് മാത്രം അത് മതി, ബാക്കിയുള്ള പോർഷൻ അത്രയും ഓപ്പണിങ് വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പോർഷൻ ഓപ്പൺ ആക്കിയിട്ട് ഇതുപോലെ ചെയ്തിട്ടുള്ളത്. മേലെ 2 ബെഡ്റൂമും അതേപോലെ തന്നെ ഒരു ജിമ്മിനുള്ളൊരു ചെറിയൊരു പോർഷനുണ്ട്, പിന്നെ ഒരു ബാൽക്കണി, അത്രേ ഉള്ളത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എൻ്റെ കാല് കടഞ്ഞു. സോ ഞാൻ അവിടെ ഇരിക്കുകയാണ്. കുറേ ടൈം ഇങ്ങനെ സൈറ്റിലാണെങ്കിലും ഇങ്ങനെ ഒറ്റക്കാലുമല്ലേ നിന്നുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ നമുക്ക് കാല് കടയും. ഇത് മേലത്തെ ഒരു ബെഡ്റൂമാണ്. പിന്നെ താഴത്തെ അതേപോലെ തന്നെ മേലെ നമുക്ക് ബെഡ്റൂം വരുന്നത് കേട്ടോ, 2 ബെഡ്റൂം. ഇപ്പോൾ ഇതിൽ ടൈൽസ് വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല, അത് പിന്നീട് അയക്കുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മൾ കൊല്ലം സൈറ്റിലെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഭാഗത്ത് വീട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വീട് വന്ന് കാണാവുന്നതാണ്, അല്ലെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഭംഗി ശരിക്കും അറിയണമെങ്കിൽ ഇൻറ്റീരിയർ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അതിന് യഥാർത്ഥമായിട്ടുള്ളൊരു ഭംഗി എത്രയുണ്ടെന്ന് അറിയാം. ഇത് നമ്മൾ ഒരു ബാൽക്കണിയുടെ പോർഷനാണ്, ചെറിയൊരു ബാൽക്കണി മാത്രമേ ഉള്ളൂ. നമ്മൾ ഓപ്പൺ ടെറസിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ, അവിടെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. ദെൻ ഔട്ട് സൈഡിൽ ഇപ്പോൾ കണ്ട ഒരു വാർപ്പ് എന്ന് പറയുന്നത് നമ്മളവിടെ പോർച്ച് ചെയ്തതിൻ്റെ ആണ്. ബാക്ക് സൈഡിലും കുറച്ച് ഓപ്പൺ ടെറസ് വരുന്നുണ്ട്. അവിടെയൊക്കെ ഷീറ്റ് ഇട്ടിട്ട് നമുക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ഒരു ഏരിയ ഒക്കെ ഇട്ട് ഉപയോഗിക്കാം. ഓപ്പൺ ആക്കി ഇട്ടിടുന്നതിനേക്കാൾ നല്ലത് ക്ലോസ് ചെയ്യുകയാണെന്ന് ക്ലോസ് ചെയ്യാൻ നമുക്ക് പല പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് വന്നപ്പോഴത്തെ ഒരു വീഡിയോ ആണത്. പോർച്ചിൽ പണിക്കാർ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാരോട് എന്തൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണിക്ക. അപ്പോൾ അത്രയൊക്കെയാണ് ഇൻസൈഡിലെ വിശേഷങ്ങൾ. നമുക്കിനി പുറത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ മതിൽ പണി തകൃതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നനക്കുന്ന വീഡിയോസൊക്കെ എപ്പോഴും ഇതുപോലെ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ നനക്കുന്നതൊക്കെ എനിക്ക് ഡെയിലി ഇവിടെ കാണണം. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് പറയും. ഇത് നമ്മൾ പോർച്ചിനുള്ളിൽ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എർത്ത് റാമർ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നന്നായിട്ട് അത് ജാം ചെയ്ത് നമ്മൾ എർത്ത് കംപ്ലീറ്റ് പ്രോപ്പറായിട്ട് ഇത് ചെയ്താൽ മാത്രമാണ് നമുക്കവിടെ കോൺക്രീറ്റ് ചെയ്താൽ തന്നെ നമ്മൾ വാഹനമൊക്കെ നിൽക്കുമ്പോൾ പിന്നീട് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കുള്ളൂ. നമ്മളിപ്പോൾ ഇതിൻ്റെ മേലെ പേവൻ ടൈൽ ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ലോഡ് വന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ പിന്നീട് ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കും. എന്നാൽ നമുക്ക് പോർച്ചിൽ ഇതുപോലെ കോൺക്രീറ്റ് ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ബേബി മെറ്റലിട്ടിട്ട് അതിൻ്റെ മേലെ പേവിങ് ടൈൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലൂടെയുള്ള വെള്ളം മൊത്തം ഭൂമിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിക്കിട്ടും. ഞാൻ അധികം പോർച്ചിനെ കോൺക്രീറ്റ് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യാറില്ല. കാരണം നമ്മൾ വണ്ടി വാഹനങ്ങളൊക്കെ കഴുകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓയിലാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഈ ഭൂമിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ് ഒന്നുകൂടി നല്ലതാണ്. അല്ലെങ്കിൽ നമ്മളതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നടക്കണം. പക്ഷേ നമ്മൾ ഓണർക്ക് എന്തായാലും പോർച്ച് കോൺക്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ദെൻ നമ്മൾ കോൺക്രീറ്റിങ് ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളിതിൻ്റെ വിശേഷങ്ങളുള്ളത്. ഇത് നമ്മൾ ഈ വീടിൻ്റെ ഒരു വാക്ക് ത്രൂ ഫ്രണ്ട് വ്യൂ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെയാണ് അതിന് ഏകദേശം ഒരു രൂപം ഉദ്ദേശിക്കുന്നത്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് ചേഞ്ചസ് വരുത്തും. നമ്മളിപ്പോൾ മതിലിൻ്റെ മുകളിലുള്ള ആ ഒരു ടെക്സ്ചർ വർക്ക്, പില്ലറിൻ്റെ മുകളിലുള്ളത് അവർ സെലക്ട് ചെയ്തത് ആ ഒരു കളറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതാണ് പിന്നെ അവിടെ ഒട്ടിച്ചത്. അപ്പോൾ ഒരു ഫൈനൽ ലുക്ക് ഏകദേശം ഇതുപോലെയാണ് വരിക. പിന്നെ അവർക്കൊരു ഔട്ട്സൈഡ് ഒരു പാഷോ വേറെ ഒരു സെപ്പറേറ്റ് ഒരു ഇരിക്കുന്ന ഒരു ഏരിയ വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് ശരിക്കും വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയാണ് വരിക. അത്യാവശ്യം തന്നെ അത്രയും ഒരു സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് 2 ആളുകൾ വന്നൊരു മീറ്റിംഗ് കൂട്ടണമെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരാതെ നമുക്ക് ഔട്ട് സൈഡിൽ ഇരുന്ന് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസും കൂടിയും അവിടെ ഇട്ടിട്ടുണ്ട്. 2 വാഹനത്തിൽ നിൽക്കാനുള്ള പോർച്ച് സൗകര്യങ്ങളുണ്ട്. അത് സെൻട്രൽ പില്ലറില്ലാതെ തന്നെ ചെയ്യാനാണ് നമ്മൾ PT സ്ലാബ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് വീടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീടുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള വീട് പുതിയത് ഡിസൈൻ ചെയ്യാൻ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മിൻഹാജ് ബിൽഡേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ലാസ്റ്റ് കാണിച്ചിരിക്കുന്നതിൻ്റെ പ്ലാനാണ്. നിങ്ങൾക്കത് ജസ്റ്റ് നോക്കിയാൽ ഇത് നിങ്ങൾക്ക് പ്ലാൻ ഡിസൈനിങ് മാത്രം മതിയെന്നുണ്ടെങ്കിൽ മിൻഹാജ് ബിൽഡേഴ്സിനെ സമീപിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.